ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാണ്ട് പുറത്തിറങ്ങിയാട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അവിടെ ഇറങ്ങി ഈ പാർക്കിൽ കൂടെ ഇങ്ങനെ പോകണം. ഒരു സ്ഥലം വരെ ഒന്നല്ല, നമ്മൾ സുന്ദരക്കുട്ടപ്പനാണ്. ഇപ്പോൾ പിരാന്തന മാതിരിയില്ലേ, ആകെ മുടിയും താടിയൊക്കെ വെട്ടിയിട്ട് കുറേ ആയി. അപ്പോൾ ഒന്ന് മുടിയും താടിയൊക്കെ വെട്ടണം. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ അല്ല പ്രത്യേകിച്ച് വലിയ വിശേഷം കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കണമല്ലോ. ഇപ്പോൾ ഇവിടെ 10:30 ആയിട്ടുള്ളൂ കേട്ടോ. 10:30 ആകുമ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിയും. ഇത് കഴിഞ്ഞ് നേരെ റൂമിലേക്കൊന്നും പോയില്ല, നേരെ അങ്ങോട്ട് പോകാൻ കരുതി. രണ്ടാൾക്കാരെ കാണാനും ഉണ്ട്. ഏതായാലും ആ ബൈക്ക് പോവല്ലേ, അതാ പാർക്കൂടെ നടക്കണം. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നെക്കി സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതാരുടെ ഒരു കാര്യം പറയാണെന്ന് വെച്ചാൽ വ്യൂസ് കുറേ കമ്മിയാണ്. കണ്ടൻറ്റ് മോശമാണെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ പരമാവധി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കുറേ പരിധികളുണ്ട്. വീഡിയോ എടുക്കാനൊക്കെ ഒന്നും ഒഴിവില്ല. വരും ഇൻഷാ അല്ലാഹ്, കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ നമ്മൾ വരും. ഇപ്പോൾ കുറച്ച് ക്ലിയർ കമ്മിയാക്കാം കേട്ടോ, കാരണം ഫ്ലാഷ് അടിച്ചാൽ കണ്ണിക്ക് കുത്തും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ലൈറ്റിൽ ഇങ്ങനെ പോവല്ലേ. അപ്പോൾ ഏതായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഏതായാലും എന്താ ഇപ്പോഴത്തെ കോലം കണ്ടോളി, ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഇനി മുടി വെട്ടിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാനുണ്ടോ. അപ്പം സുന്ദരക്കുട്ടപ്പനാക്കാൻ പോവാണ്. ആഫ്റ്ററും ബിഫോറും കാണിച്ചു തരാം. നല്ല ലേറ്റ് ഉണ്ട്, നല്ല വെളുക്കണോ. അത് ഈ ലൈറ്റിൻ്റെ കേട്ടോ ആകെ നമ്മളുള്ള ദുബ പാർക്കിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവാം. ഇന്നും പതിവ് പോലെ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. ഇവിടുത്തെ ഏത് മറ്റേ പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവർക്കായിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ പുതിയതായിട്ട് അപ്ഡേറ്റ് വന്നതെന്ന് വെച്ചാൽ ആ ലൈറ്റ് കത്തുന്ന സംഗതികളുണ്ടല്ലോ, അതൊന്ന് രണ്ടെണ്ണം കൂടി, അത് മിന്നി കത്തുണ്ട്. അത്രേനെ പുതിയതായിട്ട് വന്നൊരു അപ്ഡേറ്റ് ഞാൻ അതിൻ്റെ അടുത്തെത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നതാ ഈ ഒരു സാധനം ഇവിടെ പുതിയതായിട്ട് വന്ന്. പിന്നെ നമ്മളെ ഇതിൽ കൂടെ ഈ കാണാത്തവർക്കായിട്ട് ഇതാണ് നമ്മളെ ഇവിടുത്തെ ഒരു ചെറിയ പാർക്ക്. ചൂണ്ടലുണ്ടാനും ഒന്നും ഇരിക്കാനും. പക്ഷേ മറ്റേതൊക്കെ കുറച്ച് അപ്പുറത്താണ്. ഇപ്പോൾ ആൾക്കാരെ ഇവിടെ ഒന്നും ഇല്ല നോക്കണ്ട, കുറേ അപ്പുറത്താണ് നല്ല പാർക്ക്. അധികം ആൾക്കാർ അവിടേക്കാരും അതൊക്കെ ചൂണ്ടലൊക്കെ ഇടുന്ന കാണാം. ഓക്കെ, ഇന്നിപ്പോൾ ആരെയും കാണുന്നില്ല. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. ഈ ലൈറ്റുകൾ മിന്നി കത്തുന്ന 2-3 ലൈറ്റും പിന്നെ ഇതിലങ്ങോട്ടൊക്കെ ഇൻ്റർലോക്കൊക്കെ വിരിച്ച് സെറ്റപ്പാക്കി. പിന്നെ നമ്മുടെ ബോട്ടുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. പക്ഷെ രാത്രി കാണാനല്ല ഭംഗിയല്ലേ, അടിപൊളിയാണ് ലൈറ്റും കാര്യങ്ങളും ഇവിടെ. പിന്നെ ഒന്നാമത് പരിസരമൊക്കെ വൃത്തിയാകാരം. ഇവിടെ കണ്ടെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളും. അപ്പം ഞാൻ നടന്ന് പോവുകയാണ്. നമ്മളെടുത്ത് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാൽവണ്ടി കൂടെ നല്ല കിതക്കണ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവല്ലേ. അതാണ് ഞാൻ അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതാ സൺഹോളിലെത്തിട്ടോ. വെറുതെ മൊബൈലിൽ കഴിച്ചിരിക്കുന്ന സുന്ദരനെ കാണിച്ചു തരാം. അതേ മൊബൈലിൽ കഴിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഒരു പണിയില്ലാതെ മൊബൈലിൽ കഴിച്ചിരിക്കണം. ഞാൻ ബന്നാരെയാണ് കണ്ടിട്ടില്ലല്ലോ. ഒരു പണിയില്ലാതെ കണ്ടു കുത്തിറക്കുന്ന ഒരുത്ത് അന്നങ്ങനെ കാണാൻ കല്യാണം നോക്കുന്നുണ്ട്. അതെ കുട്ടികളുണ്ടെങ്കിൽ വരിക അല്ലേ. എത്ര ഫ്രീ ആയിട്ടെങ്കിൽ എനിക്ക് കിട്ടുമല്ലേ. ഇതിൽ കൊടുക്കുകയാണെങ്കിൽ എത്ര റുപ്യ കൊടുക്കണോ. ഇതിട്ടിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഇവിടെ എത്തി പോയി ചെങ്ങായി എന്തൊക്കെ എത്തണം സുന്ദരനാക്കിയല്ലേ. ആക്കിയല്ലേ സുന്ദരനെ ആക്കി തരാൻ വെള്ളമടിച്ച് അതൊന്നും കാര്യമില്ല. ഇത് വെള്ളം അടിച്ചാൽ ഇവക്ക് അടിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല. എന്നാലും സുന്ദരനായിട്ടല്ലേ ഇതവിടെ വെച്ചാലോ. അങ്ങനെ നമ്മൾ മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പനായി എന്ന് പറഞ്ഞ് നമ്മൾ വന്നിട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ട് ഇതാണ് ഇപ്പത്തെ മോഡല്. പക്ഷെ നമ്മളിപ്പത്തെ മോഡലാക്കി വെട്ടിയതല്ല കേട്ടോ, നമ്മൾ ചെറുതാക്കിയാണ് വെട്ടി. ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ മാസം വെട്ടാൻ നിൽക്കണ്ടല്ലോ എഴുതിയിട്ട് ചെറുതാക്കിയാണ് വെട്ടി. നമ്മൾ ചൂടൊക്കെ ആയപ്പോഴേ
ചെറുതാക്കിയാണ് വെട്ടി അതന്നെ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ മുന്നത്തെ ഫോട്ടോ ഞാൻ കൊടുക്കുക, ഇപ്പോഴത്തെ ഫോട്ടോ കൊടുക്കുക, എന്താ മാറ്റല്ലേ, നല്ല മാറ്റല്ലേ. ഇപ്പൊ കുറെ ആൾക്കാർ മുതൊക്കെ വെട്ടിയപ്പോൾ പറഞ്ഞു തടിയും കുറെ പോയല്ലോ. അപ്പൊ തടി ഞാൻ കുറക്കുന്നുണ്ട്. അത് എങ്ങനെ വെച്ചാൽ ഫുഡ് കഴിക്കുന്നുണ്ട്, അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ്. പക്ഷെ എന്നാലും തടി കുറക്കാൻ കാരണം വയറ് കുറയാനോ, വയറ് കുറയണില്ല, തടി കുറഞ്ഞു. അപ്പോൾ വയറ് കുറയാൻ മാത്രം എന്തെങ്കിലും എക്സസൈസോ കാര്യങ്ങളോ പിന്നെ ഫുഡ് നിയന്ത്രണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയണമല്ലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പോന്നപ്പോൾ ഭയങ്കര വിശപ്പും പിന്നെ നോക്കിയില്ല, അതാ പൊറാട്ട ഒന്ന് വാങ്ങി. പൊറാട്ട അന്ന് പൊറാട്ടയും ബീഫും വാങ്ങി. ഇനിയിപ്പോൾ ഇത് കടയിത്തോല് കാണുമ്പോൾ പിന്നെ എങ്ങനെ തടി കുറയല്ലേ. ഭയങ്കര വിശപ്പെട്ടു. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചക്ക് ചോറ് കഴിച്ചതേനി. അപ്പോൾ ഞാൻ പൊറാട്ടയും വാങ്ങിയിട്ട് പോന്നേ. അപ്പം ഇനി ഇത് കഴിക്കണം, എന്നിട്ട് കിടന്നിറങ്ങണം, എന്നിട്ട് രാവിലെ വരണം. എനിക്ക് വേറെ സാധനം കാണിച്ചില്ല, ഒരു ചെമ്പ് നിറയെ ഈത്തപ്പഴം. ഏട്ടകള് ഇതിന്റെ വേറെ കഥ ഉണ്ട്, ഇത് നമ്മള് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ചെമ്പ് നിറയെ ഈത്തപ്പഴം ഉണ്ട്. അപ്പൊ ഇത് നമ്മളെ ഒരാള് കൊടുന്നാണ്, അത് നമ്മള് പിന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കിട്ടി എങ്ങനെ ഉള്ളതെന്നൊക്കെ. അപ്പൊ നമ്മള് റൂമിലാണ്, റൂമിലെത്തി. അപ്പൊ അവിടുന്ന് ഞാൻ വീഡിയോ വെട്ടി കഴിഞ്ഞ് നേരെ പോന്നു. പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. എന്നിട്ട് ഒന്ന് കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാതി. അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ റൂമും കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്, വേറെ വീഡിയോയിൽ കാണാം. അപ്പൊ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, അല്ലാത്തവര് ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കണ്ടന്റുകൾ ഇപ്പൊ ഇല്ലെങ്കിലും ഇൻഷാ അല്ലാഹ് കണ്ടന്റുകൾ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പൊ നല്ല വീഡിയോ കാണും വരെ ബൈ.